ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ട്രേഡിംഗ് സക്സസ്ഫുൾ ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ എമൗണ്ടിൽ നമുക്കൊന്ന് എങ്ങനെ ചെയ്ത് നോക്കി നമുക്കത് സക്സസ് ആക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ട്രേഡിംഗ് സക്സസ്ഫുൾ ആയിട്ട് എടുക്കുക എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഞാനിന്ന് ചെയ്യാൻ പോണത് വെറും 2500 രൂപ വെച്ചിട്ട് ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്തിട്ട് ഞാനിന്ന് ചെയ്യാൻ പോണത് കമ്മോഡിറ്റിയിലാണ് ട്രേഡിംഗ് ചെയ്യാൻ പോകുന്നത്. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടൊന്ന് കാണാം. ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആയതിന് കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളും കുറച്ച് മിസ്റ്റേക്കുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ അടുത്ത വീഡിയോയിൽ നമുക്കത് ശരിയാക്കി എടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ആദ്യം ഒരു ട്രേഡിൽ എൻ്റർ ചെയ്തു 24.90 അത് കാണിക്കാൻ പറ്റിയില്ല. ഇപ്പം നമ്മൾ ട്രേഡിൽ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്തിരിക്കാം. ഇത് മാർക്കറ്റ് ഇന്നത്തെ ഇതിൽ നോക്കുമ്പോൾ ഒരു ടോപ്പിലേക്ക് പോകാനുള്ള ചാൻസാണ് വരുന്നത്. പക്ഷേ നമ്മളധികം നമ്മുടെ പ്രോഫിറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി നോക്കിയിരുന്നു കഴിഞ്ഞാൽ നഷ്ടത്തിലേക്ക് പോകും. അപ്പോൾ ഒരു 2-3% പ്രോഫിറ്റ് എടുത്ത് നമ്മൾ എക്സിറ്റ് ആവണമെന്നാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡ് എടുക്കേണ്ട പോയിൻ്റ് ഏതാണ്, ഏത് സമയത്താണ് നമുക്ക് ട്രേഡ് എടുക്കേണ്ടത്, എപ്പോൾ കയറാമെന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. അതുമാതിരി ഏത് പോയിന്റിൽ നമുക്ക് എക്സിറ്റ് അടിക്കണം എന്നുള്ളതൊക്കെ കുറച്ചും കൂടി വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കമ്മോഡിറ്റിയിൽ എടുത്തിട്ടുള്ളത് ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിലിൽ ഇപ്പം 1 ലോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ 1 ലോട്ട് എന്ന് പറയുന്നത് 100 ബാരൽ. ഇപ്പം നമ്മുടെ കുറച്ച് വാല്യൂ കൂടിയുണ്ട്, 26.20 ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഏകദേശം 130 രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇത് കുറച്ച് മേലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് അതിൻ്റെ താഴോട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കാണുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് അടിക്കാം. നമ്മളൊരു ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് തീരെ നോക്കാണ്ടിരിക്കരുത്. അതിൽ നമ്മൾ എപ്പോഴും ചാർട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ നമ്മുടെ കുറച്ച് മേലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഫുൾ ടൈം നമ്മൾ നോക്കിയിരുന്നാൽ മാത്രമേ അത് നമുക്ക് നല്ലൊരു ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾ 1 ലോട്ട് എടുത്ത കാരണമാണ് നമുക്ക് 140 റിയാൽ. നമുക്കൊരു 3-4 ലോട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഏകദേശം 600-700 രൂപ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു 10,000 റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്കൊരു 4 ലോട്ടൊക്കെ നമുക്ക് സ്വൈറ്റ് എടുക്കാം. ഇപ്പോൾ ഒരു ചെറിയൊരു നെഗറ്റീവ് ക്യാൻഡിൽ രൂപമായിട്ടുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, അത് അപ് ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് വിറ്റൊഴിക്കേണ്ട കാര്യമില്ല. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മാർക്കറ്റ് വീണ്ടും അപ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊരു എക്സിറ്റ് ഓർഡർ കൊടുക്കാം. ഞാനതിലിപ്പോൾ ഒരു 27.90 ഒരു എക്സിറ്റ് ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ മാർക്കറ്റ് അത്ര എത്തുന്നു തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ എക്സിറ്റ് ചെയ്യാന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. ഓർഡർ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് 27.9 27.5 ആക്കണം. മാർക്കറ്റ് അതെന്തായാലും ടച്ച് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് ചെയ്യാം. മാർക്കറ്റിൽ ഇപ്പോൾ ചെറിയൊരു ഡൗൺ ട്രെൻഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 27.5 അച്ചീവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചിട്ട് നമ്മുടെ എക്സിറ്റ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ ലോസിലേക്ക് പോകും. അതിൻ്റെ നല്ലത് നമുക്ക് കുറച്ച് പ്രോഫിറ്റ് കുറഞ്ഞാൽ നമ്മൾ ഒരു 26.5 നമുക്ക് അത് എക്സിറ്റ് ചെയ്യാം. ഓർഡർ ഒന്നും കൂടിയും എഡിറ്റ് ചെയ്യാൻ പോവാണ്. എക്സിറ്റ് ഓർഡർ എഡിറ്റ് ചെയ്യാൻ പോവാണ്. 27.5 എന്നുള്ളത് 26.5 ആക്കാൻ പോവാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് എങ്ങോട്ട് പോകുന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പ്രവചിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു 26.5 എക്സിറ്റ് അടിക്കാൻ തീരുമാനിക്കണം. നമ്മൾ 26.5 ഓർഡർ പ്ലേസ് ചെയ്തു. അതപ്പോൾ തന്നെ എക്സിക്യൂട്ട് ആവുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് 130 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടി.